അപ്പോ കേരളത്തിൽ ഈ ഭർത്താവ് മരിച്ച സ്ത്രീകളോടുള്ള ഒരു പെരുമാറ്റത്തിലെ വ്യത്യാസവും അല്ലെങ്കിൽ ഒരു പക്ഷപാതവും പൊതിഞ്ഞു പിടിച്ചു തന്നെയാണ്. അതായത് ഈ പറയുന്ന മാതിരി തന്നെ ഈ ഒരു വിധവ അഹോരാത്രം പരിശ്രമിച്ചിട്ടായിരിക്കും ആ കുടുംബം കൊണ്ടുപോകുന്നത്. ഓക്കെ, 24-ൽ തമ്മിൽ ഷോയിൽ വിധവകളെ കുറിച്ചിട്ട് ഒരു എപ്പിസോഡ് നടക്കുകയാണ്. എന്നാൽ അതിന് താഴെ വന്ന 90% കമൻറ്റ് രേണു സുധിയെ റിലേറ്റഡ് ആയിട്ടാണ്. അവരവിടെ ആ ഒരു ഷോയിൽ രേണുവിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ വിധവ എന്നൊരു ടോപ്പിക്കാണ്. എന്നാൽ അതിൽ വന്നത് താഴെ വരുന്ന കമൻറ്റ് മൊത്തം രേണു റിലേറ്റഡ് ആയിട്ടാണ്. ഞാൻ എന്തായാലും അവിടെ സംസാരിച്ച ചില ഭാഗം ഇവിടെ വെച്ച് തരാം. അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യണം. അതിനുശേഷം എന്തായി രേണുവിൻ്റെ നിലവിലെ അവസ്ഥ? കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അവരുടെ ക്യാൻസറിനെ പറ്റിയിട്ട് എന്താണ് ഏറ്റവും അവസാനമായിട്ട് വരുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മുടെ കിച്ചു സുധി ബിഗ് ബോസിലേക്ക് പോകുമോ ബ്രോ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ മെസ്സേജാണ് വരുന്നത്. എന്തായി കിച്ചുവിൻ്റെ ബിഗ് ബോസ് പോക്കെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അതും കൂടി ചർച്ച ചെയ്യാം. കിച്ചു ബിഗ് ബോസിലേക്ക് പോകുമോ എന്ന് എനിക്ക് കിട്ടിയ അപ്ഡേറ്റ് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ആദ്യം രേണു സുധി വിഷയം ചർച്ച ചെയ്യാം. പൊന്നു പ്രേക്ഷകരെ, ഒരു കുഞ്ഞു കാര്യം കൂടി പറയാം. അതായത് ഞാൻ രേണുവിനെ വിമർശിക്കുന്നതല്ല. അതായത് ഇപ്പോൾ ഈ രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് രേണുവിൻ്റെ ചേച്ചി യൂസ് ചെയ്യുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതിൽ പോസ്റ്റ് ചെയ്യുന്നത് ആരെന്ന് എനിക്കറിയത്തില്ല. വലിയ തെറ്റ്, അതായത് പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന ഒരു വലിയൊരു തെറ്റ് രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ഓക്കെ, എനിക്ക് രേണുവിനോട് അതായത് രേണുവിനോട് ദേഷ്യമുള്ളത് കൊണ്ടൊന്നുമല്ല ഇത് ഞാൻ പറയുന്നത്. നോക്കൂ പൊന്നു പ്രേക്ഷകരെ, അതായത് 3 ദിവസം മുമ്പ് രേണു സുധി അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോയാണ് അൻഷാദ് പാലക്കൊപ്പം. ആരാണ് അൻഷാദ് പാല? രേണു സുധി സ്വയം ജീവനൊടുക്കിയെന്ന് പറഞ്ഞ, അതായത് രേണു സുധി സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പറഞ്ഞവരാളാണ് അൻഷാദ്. രേണു സുധി തന്നെ ആ ഒരു സമയത്ത് ലൈവിട്ട് പറഞ്ഞതാണ് അൻഷാദ് പറഞ്ഞത് തെറ്റാണ്, അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് രേണു തന്നെ പറഞ്ഞതാണ്. സോഷ്യൽ മീഡിയയിൽ രേണുവിനെ അനുകൂലിക്കുന്ന എല്ലാ വ്ളോഗർമാരും അൻഷാദിനെ പഞ്ഞിക്കിട്ട് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ഉള്ള ഒരു അൻഷാദിൻ്റെ ഒരു ഫോട്ടോ രേണു സുധി 3 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് പറയുകയാണ്. അതായത് പുതിയൊരു ആൽബം റിലീസാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത് തെറ്റല്ലേ രേണുവേ? ഞാൻ നിങ്ങളെ വിമർശിക്കുന്നതല്ല, ഒരു കുഞ്ഞു തെറ്റ് എൻ്റെ കണ്ണിൽപ്പെട്ടപ്പോൾ ഞാനത് പറഞ്ഞുവെന്ന് മാത്രം. പൊന്നു പ്രേക്ഷകരെ, കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അറിയാൻ വേണ്ടിയിട്ടാണ്. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം രേണു സുധിയുടെ നിലവിലെ അവസ്ഥ. അതായത് ഇപ്പോൾ കിട്ടുന്ന അവസ്ഥ, അവരുടെ രോഗം ഒരുമാതിരി നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് അവർക്കിപ്പോൾ ഇത്തിരി സുഖമുണ്ടെന്നാണ് കിട്ടുന്നത്. ഇത് അവർ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത ഒരു റീലാണ് പൊന്നു പ്രേക്ഷകരെ. അതായത് ഞാനും ആഗ്രഹിക്കുന്നത് രേണുവിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് അവരൊന്ന് തിരിച്ചു വരണം. ആ ഒരു രിതപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അവരെല്ലാ വീഡിയോയിൽ പറയുന്നത് രിതപ്പിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരൊന്ന് തിരിച്ചു വരട്ടെ. ആരും നമ്മുടെ കേരളത്തിൽ വലിയൊരു രോഗം വന്ന് അങ്ങനെ നിൽക്കണ്ട എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ കിട്ടുന്ന വിവരം 3 കീമോ കഴിഞ്ഞിട്ട് രേണു അത്യാവശ്യം സുഖമായിട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ, അതായത് ഇപ്പോൾ തന്നെ റീലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നാലും അതായത് ഇതിനും അപ്പുറത്തെ നിലയിൽ മുമ്പത്തെ രേണു പോലെ രേണു ഉടൻ തന്നെ തിരിച്ചു വരുമെന്നാണ് കിട്ടുന്ന വിവരം. രേണുവിൻ്റെ ഒരു പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. ഒരു പ്രൊമോഷൻ വീഡിയോ ആണ്. നീ ട്യൂഷന് പോകുന്നില്ലേ? അതിനെന്താ, ആന്റി ഒരു പരിഹാരം ഒരുക്കി തരാമല്ലോ. ഗൈസ്, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബ്രാൻഡായ ഷൂ ഡെന്നിന്റെ ഷൂ റാക്കിനെ പറ്റിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ മാത്രമല്ല, ISO സർട്ടിഫിക്കറ്റോട് കൂടിയ 10 ഇയർ വാറണ്ടിയുള്ള വിവിധ കളറുകളിൽ ഇത് ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് 2 റാക്കോ 3 റാക്കോ 4 റാക്കോ 5 റാക്കോ ഇതിൽ ലഭ്യമാണ്. ഈ ഓണം പ്രമാണിച്ച് ഇവർ നിങ്ങൾക്കായി ഒരുക്കുന്ന വമ്പൻ ഓഫറാണ്. എന്താണെന്ന് അറിയുമോ? ഷൂ ഡെന്നിന്റെ ഷൂ റാക്ക് മേടിക്കുന്നവർക്ക് ഒരു അടിപൊളി സ്കൂട്ടറാണ് നറുക്കെടുപ്പിലൂടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടും ക്ലീൻ, ചപ്പലും ക്ലീൻ, നമ്മളും ഹാപ്പി. അപ്പം വേഗം പോയി ഷൂ ഡെന്നിന്റെ ഷൂ റാക്ക് മേടിക്കുക. രേണു സുധി തിരിച്ചു വന്നിരിക്കുന്നു പൊന്നു പ്രേക്ഷകരെ. നല്ലൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഒരു കാര്യം പറയാം, ഇനി നല്ല രീതിക്ക് കിച്ചുവിനോട് വെറുപ്പൊന്നും തോന്നാതെ നല്ല രീതിക്ക് രേണു ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് കിച്ചുവിൻ്റെ വിഷയം ചർച്ച ചെയ്യാം. അതിനു മുമ്പ് 24-ലെ ചില വിധവകൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്.
അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ കേരളത്തിൽ ഈ ഭർത്താവ് മരിച്ച സ്ത്രീകളോടുള്ള ഒരു പെരുമാറ്റത്തിലെ വ്യത്യാസവും അല്ലെങ്കിൽ ഒരു പക്ഷപാതവും പൊതിഞ്ഞു പിടിച്ച് തന്നെയാണ്. സ്ത്രീകൾ പലപ്പോഴും ആന്തരികമായിട്ട് ഇമോഷണലായിട്ട് വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല, വാസ്തവത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് ലൈഫ് സ്പാൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏതാണ്ട് 78 പോയിന്റൊക്കെ ആയിട്ടുണ്ട്. പുരുഷന്മാർക്ക് അതിനേക്കാൾ വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ കൂടുതൽ ജീവിച്ചിരിക്കുന്നു. മാത്രമല്ല, വിധവകളുടെയും വിഭാര്യന്മാരുടെയും, ശോഭ ചേച്ചി ക്ഷമിക്കണം, ഞാൻ ആ നിലവിലുള്ള പദം ഉപയോഗിച്ചതാണ് വിധവ എന്നത്. മാറ്റാം, അത് മതി. അതെ, ഇപ്പൊ തൽക്കാലം നമുക്ക് അങ്ങനെ പോട്ടെ. അതെ, അപ്പൊ ഇപ്പൊ മാത്രം ഞാനിത് പറയുകയാണ്. വിധവകളുടെയും വിഭാര്യന്മാരുടെയും എണ്ണത്തിൽ ഏതാണ്ട് 10 ഇരട്ടി വ്യത്യാസമാണ് ഉള്ളത്. അത് ശരിയാണ്. അതായത് ആദ്യം മരിക്കുന്നത് പുരുഷന്മാരാണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് ആയുസ്സില്ല, എന്ത് പറയാനാണ് അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയും കൂടി കേൾക്കാം. കടലിൽ ഒറ്റപ്പെട്ടു പോയ ഒരു നൗക നയിക്കുന്ന കപ്പിത്താനെ പോലെ അവരക്ഷരാർത്ഥത്തിൽ ഗതിമുട്ടി ഉഴരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവും മാനസികവും ഒക്കെയായ തീർച്ചയായിട്ടുമുണ്ട്. കാരണം ഭാര്യ മരിക്കുമ്പോൾ പലപ്പോഴും പുരുഷന് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ശ്രമിക്കുന്നത്. പലപ്പോഴും ഭർത്താവ് മരിച്ച, ഇപ്പോൾ ശ്രീകുമാരി ചേച്ചി പറഞ്ഞ പോലെയൊക്കെ ഉള്ള വ്യത്യസ്തമുള്ള ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും പൊതുവിൽ സംഭവിക്കുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീയോട് ഈ ദുഃഖവുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനുള്ള ഒരു പരിശീലനം, അല്ലെങ്കിൽ മെൽറ്റിംഗ് ഇൻ ടു ദ ഗ്രീഫ് ആണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അല്ല, ഒരു കാര്യം പറയാം, ഇതിന് താഴെ വരുന്ന കമന്റ് മൊത്തം രേണു സുധിയാണ്. അവരത്രയും ഫേമസ് ആയി എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. രേണുവിന്റെ അവസ്ഥ, കൊച്ചു കുഞ്ഞുങ്ങളോട് രേണു സുധി എന്ന് പറഞ്ഞാൽ അവറ്റകൾക്ക് അറിയാൻ പറ്റും. വല്ലാത്ത അവസ്ഥ തന്നെയാണല്ലേ രേണുവിന്റെ. ബാക്കി കൂടി കേൾക്കാം. അതുകൊണ്ട് നമ്മളല്ല അതിന് ഉത്തരവാദി. പിന്നെ താങ്കളുടെ പൊതുപ്രവർത്തന ജീവിതത്തിലെ എപ്പോഴെങ്കിലും ഒരു വിധവയാണ് എന്ന് ബ്രാൻഡിംഗ് ഒക്കെ ഉണ്ടാക്കി? ഒരിക്കലും താങ്കൾക്ക് അങ്ങനെ മനോഭാവം ഇല്ല. നമ്മൾ ചില ഇതേപോലെയുള്ള മംഗളകാര്യത്തിൽ നമ്മൾ ഒതുങ്ങി പോവാന്നല്ലാതെ അങ്ങനെ എപ്പോഴും ഒതുങ്ങി മാറി നിന്നിട്ടുണ്ട്. ഞാൻ മാറി നിൽക്കാറുണ്ട്. ഞാൻ പറയാറുള്ളൂ, ഒരാൾക്ക് കൊടുക്കുന്ന ട്രിബ്യൂട്ട് ഒരു പൊട്ടിലോ പൂവിലോ ഡ്രസ്സിങ്ങിലോ ഒന്നും അല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് എന്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആഹാര പദാർത്ഥം ഞാൻ ഉപേക്ഷിച്ചു. അല്ല. അതായത് ഈ ദോശ മുളകപ്പൊടി കഴിച്ചിട്ടായിരിക്കും അദ്ദേഹം എന്നും എല്ലാ സാധനങ്ങൾക്കും ഹി നീഡ്സ്. ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു മുളക് പൊടി ഉണ്ട്, നമ്മള് ദോശപ്പൊടി, അത് കഴിച്ചിട്ടായിരിക്കും അദ്ദേഹം എന്നും ഫുഡ് കഴിക്കുന്നത്. എല്ലാത്തിനും വേണം, ഹി വാണ്ട് ഇറ്റ്. സോ വാട്ട് ഐ ഓൾസോ ലൈക്ക് ഇറ്റ്. ബട്ട് അവിടെ എന്താ അറിയോ, നിങ്ങൾ ഈ പറയുന്ന മാതിരി നമ്മൾ ജീവിതത്തിന്റെ കൂടെ ചേരുമ്പോൾ ഭർത്താവ് എന്നല്ല, അമ്മ എന്നല്ല, അച്ഛൻ എന്നല്ല, നമ്മൾ ജീവിതത്തോട് ഒന്നിച്ചു പോവുകയാണ്. അത് ശരി തന്നെയാണ്. കുറെ പേര് പറയുന്നത് രേണുവിനെ എന്തിനാണ് നിങ്ങളൊക്കെ വിമർശിക്കുന്നത് എന്ന്. പൊന്നു പ്രേക്ഷകരെ, ഞങ്ങൾ ഒരിക്കലും രേണുവിനെ വിമർശിച്ചിട്ടില്ല. രേണു ചെയ്യുന്ന ചില വൃത്തികേടിനെ മാത്രമാണ് ഞങ്ങൾ വിമർശിച്ചത്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പൊ 9 വർഷമായി. പുള്ളി ഒരു 5 വർഷം അസുഖമായിരുന്നു, നമുക്ക് അറിയാമായിരുന്നു. അപ്പം പുള്ളി അതെല്ലാം ഒരുക്കി എന്നെ പ്രാപ്തയാക്കി. വിൽപത്രം എഴുതി വെച്ചു, എല്ലാം പെൻഷൻ മേടിക്കാനുള്ള പേപ്പർ വരെ എന്നെ കാണിച്ചു തന്നു. എല്ലാം പ്ലാൻഡ് അറിയാമായിരുന്നു. 1 വർഷം കൂടെ ഉള്ളു ആ ഒരു ഇത് അറിയാമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ആ വിരഹം വേർപാട് നമുക്ക് എപ്പോഴും വേദനയാണ്. അത് നികത്താൻ ആർക്കും പറ്റില്ല. അത് നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് എനിക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടത്. മക്കള് 3 പേരുണ്ട്. അവരാണ് എന്റെ സപ്പോർട്ട് മുഴുവൻ. ആദ്യത്തെ 1 വർഷം കടന്നു കിട്ടിയാൽ നമ്മള് രക്ഷപ്പെട്ടു. ഞാനെല്ലാം ധരിക്കും. എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നപ്പോ എങ്ങനെയാണോ അതേപോലെ തന്നെ പിന്നീട് നടക്കുന്നത്. ഈ നമ്മളിപ്പം അദ്ദേഹം അസുഖം വന്ന് മരിച്ചതാണ്, മരണം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നും പറഞ്ഞ് ദുഃഖത്തിന്റെ കുറവൊന്നുമില്ല. പക്ഷെ ഈ ആദ്യത്തെ കുറച്ചു കാലം ഈ എങ്ങനെയാണ് ഈ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന വൈകാരിക സംഘർഷം, അതിന് സമൂഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മള് വിഷമം ഇല്ല എന്ന് കാണിച്ചാൽ അവര് ഒന്ന് സിമ്പിൾ. മാത്രമല്ല, ഈ നോക്കുന്നവനുണ്ടല്ലോ ഒരിക്കലും ചാക്കാലില്ലെന്ന് വിശ്വസിക്കുന്നവന്, അതിലത്ത് നോക്കുന്ന സ്ത്രീകളെ കാണുമല്ലോ, അവർക്ക് മരണമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പം മക്കളാണ് ശ്രീമാരി മേഡം എന്നെ നോക്കുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് പറയാനുള്ളത് ആരും ഒതുങ്ങി പോവണ്ട രേണുവിനെ പോലെ. അതായത് വൃത്തികേട് കാണിക്കാതെ നല്ല രീതിക്ക് പൊരുതി ജീവിക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അല്ലാതെ നിങ്ങളിപ്പോൾ ശരീരം ഊരി ഡാൻസ് കളിച്ച് പൈസ ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ പൊന്നു പ്രേക്ഷകരെ,
കിച്ചുവിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. കിച്ചു ബിഗ് ബോസിലേക്ക് പോകുന്നില്ല എന്നാണ് വാർത്ത കിട്ടുന്നത്. അതിന് കാരണം ഞാൻ പേഴ്സണലി അതിൻ്റെ വ്യക്തമായ കാരണം എനിക്കറിയത്തില്ല. കിച്ചുവിനോട് ചോദിക്കുമ്പോൾ ഞാനല്ല ഏതൊരു മീഡിയക്കാർ കിച്ചുവിനോട് ചോദിക്കുമ്പോൾ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നാണ് കിച്ചു പറഞ്ഞത്. എന്തുകൊണ്ട് വിളിക്കാത്തത് എന്ന് 2 കാരണം ഞാൻ പറയാം. ഒന്ന്, കഴിഞ്ഞ സീസണിൽ രേണു സുധിയെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചിലപ്പോൾ ഇങ്ങനൊരു ഇത് വരും, സുധിച്ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ട് എന്തിന് കുറേ പേര് വിളിക്കുന്നു, രേണുവിന് അവസരം കൊടുത്തു എന്തിന് കിച്ചുവിന് അവസരം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുമല്ലാണ്ട് കിച്ചു നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയായിരിക്കും വിളിക്കാത്തത് എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഓക്കെ, തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ, ബൈ.